നമസ്കാരം. കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 367 എപ്പിസോഡിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ മികവിനും ഭാവുകത്വത്തിനും പുതിയ മാനങ്ങൾ നൽകുന്നതായി 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം. റെക്കോർഡ് നേട്ടത്തോടെ മമ്മൂട്ടിയും മികച്ച ചിത്രമായി മഞ്ഞുമൽ ബോയ്സും മികച്ച നടിയായി ഷംല ഹംസയും തിളങ്ങി. ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം മലയാള സിനിമയുടെ ചരിത്രത്തിൽ പുതിയ ഏടുകൾ എഴുതി ചേർക്കുന്നതായി. പ്രശസ്ത നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാരങ്ങൾ നിർണയിച്ചത്. രാഹുൽ സദാശിവന്റെ ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയുടെ അതിഗംഭീര പ്രകടനത്തിലൂടെ മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. ഇത് 7ാം തവണയാണ് മമ്മൂട്ടിയെ തേടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എത്തുന്നത്. ഈ നേട്ടത്തോടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള പുരസ്കാരം നേടുന്ന നടനായി മമ്മൂട്ടി മാറി. മികച്ച നടിക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ഷംല ഹംസയ്ക്ക് ലഭിച്ചു. ഒരു വീട്ടമ്മയുടെയും തൊഴിലാളിയുടെയും അതിജീവനത്തിന്റെ കഥാപാത്രത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചതിനാണ് ഷംലയെ തേടി ഈ നേട്ടമെത്തിയത്. മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം തിരുത്തിക്കുറിച്ച മഞ്ഞുമൽ ബോയ്സ് ആണ് മികച്ച ചിത്രം. സാഹസികതയുടെയും സൗഹൃദത്തിന്റെയും കഥ പറഞ്ഞ ഈ ചിത്രത്തിലൂടെ ചിദംബരം മികച്ച സംവിധായകനുള്ള പുരസ്കാരവും സ്വന്തമാക്കി. മികച്ച തിരക്കഥാകൃത്ത്, ഛായാഗ്രഹണം, സ്വഭാവ നടനടക്കം 10ഓളം പുരസ്കാരങ്ങളാണ് മഞ്ഞുമൽ ബോയ്സ് നേടിയത്. മികച്ച രണ്ടാമത്തെ ചിത്രമായി ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും പങ്കിട്ടു. മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നടന്ന സംഭവത്തിലെ കഥാപാത്രത്തിന് ലിജോ മോൾ സ്വന്തമാക്കി. മികച്ച നവാഗത സംവിധായകനായി ഫാസിൽ മുഹമ്മദും മികച്ച ജനപ്രിയ ചിത്രമായി പ്രേമലുവും തിരഞ്ഞെടുക്കപ്പെട്ടു. ബോഗൻവില്ല, മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളിലെ സംഗീതത്തിലൂടെ മികച്ച സംഗീത സംവിധായകനായി സുഷിൻ ശ്യാമു. കേരള മീഡിയ അക്കാദമിയുടെ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സിന്റെ 3ാം ബാച്ച് ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ കെ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷൻ റേറ്റിംഗ് എന്നതുപോലെ ഓഡിയോ റേറ്റിംഗ് കൂടെ നടപ്പാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അക്കാദമിയുടെ ഓഡിയോ പ്രൊഡക്ഷൻ, ഫോട്ടോ ജേർണലിസം എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റുകൾ കെ കുഞ്ഞികൃഷ്ണൻ സമ്മാനിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എല്ലാ മേഖലകളെയും കീഴടക്കുന്ന ഈ കാലത്ത് റേഡിയോ സൃഷ്ടിച്ച സാംസ്കാരിക തരംഗം എല്ലാ കാലവും ഓർമ്മിക്കപ്പെടേണ്ടതാണെന്ന് ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ കെ കുഞ്ഞികൃഷ്ണൻ. പുതിയ കാലത്ത് ഓഡിയോ പ്രൊഡക്ഷൻ മേഖലയിൽ വിപുലമായ സാധ്യതകളാണുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നമ്മുടെ നാട്ടിൽ റേഡിയോ സൃഷ്ടിച്ച ഒരു സാംസ്കാരിക രംഗം തീർച്ചയായും എക്കാലവും ഓർമ്മിക്കപ്പെടേണ്ടതാണ്. അത് കഴിഞ്ഞ് റേഡിയോ ഇപ്പോഴാണെങ്കിൽ റേഡിയോ അനുസ്യൂതം വളരുന്നു. എല്ലാ മാധ്യമങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 2,25,000 കോടി ആണ് മാധ്യമങ്ങളെല്ലാം കൂടിയുള്ളതിൻ്റെ ആസ്തി എന്നാണ് പറയപ്പെടുന്നത്. അതിൽ റേഡിയോൻ്റെ വളർച്ച 1% എല്ലാ കൊല്ലവും 1%. ഇപ്പോൾ ഈ ഡിജിറ്റൽ മാധ്യമങ്ങൾ എല്ലാത്തിനെയും ടേക്ക് ഓവർ ചെയ്തു. ടെലിവിഷൻ്റെ വളർച്ച ഇപ്പോൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലത്താണ് താങ്ക്സ് ടു FM റേഡിയോ, താങ്ക്സ് ടു പ്രൈവറ്റൈസേഷൻ, താങ്ക്സ് ടു ടെക്നോളജി, ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ടെക്നോളജി. ടെലിവിഷനെ പറ്റി മുമ്പ് പറയാറുണ്ടായിരുന്നു, 1000 വാക്കുകൾ, 800 ടെലിഫോൺ ലൈനുകൾ, ഓഡിയോ ലൈൻ ആണ് ഒരു പിക്ചർ. 800 മുതൽ 1000 വരെ ഉള്ള ടെലിഫോൺ ലൈൻ. അത് കഴിഞ്ഞ് ടെക്നോളജി വളരെ മുമ്പോട്ട് പോയി. നമുക്ക് ഇപ്പോൾ കണക്ടിവിറ്റി, പണ്ടാണെങ്കിൽ ഈ ടെലിഫോൺ ലൈനിൽ കൂടിയായിരുന്നു റേഡിയോൻ്റെ ട്രാൻസ്മിഷൻ. ഇപ്പോഴത് പോയി സാറ്റലൈറ്റ് ടെക്നോളജി, ഡിജിറ്റൽ ടെക്നോളജി വന്നതോടിപ്പം നമുക്ക് ഒരു ടെലിഫോണിൽ കൂടിയുള്ള കണക്ടിവിറ്റി ലോകത്തിൻ്റെ ഏത് ഭാഗത്തും കിട്ടും. അതുപോലെ റേഡിയോൻ്റെ കണക്ടിവിറ്റി കൂടി. ഈ ടെലിഫോണിൽ തന്നെ ഒരു ആപ്പ്, 1-2 ആപ്പ് റേഡിയോയിലുണ്ട്. റേഡിയോ ഗാർഡൻ, വേവ്സ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഏത് റേഡിയോ സ്റ്റേഷൻ കേൾക്കണമോ അതൊക്കെ കേൾക്കാം. ആ സ്ഥിതിയായിരിക്കുന്നു സാങ്കേതിക വികസനത്തിന്റെ കാര്യത്തിൽ. ചടങ്ങിൽ കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ദേശീയ അവാർഡ് ജേതാവ്
സജീവ് പാഴൂർ മുഖ്യാതിഥിയായിരുന്നു. മീഡിയ അക്കാദമിയുടെ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സ് ഈ കാലത്തിന് ചേർന്നതാണെന്നും അതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൗണ്ടിൻ്റെ സൈഡിൽ നമ്മുടെ സാധ്യത വളരെ വലുതാണ്. അതായത് ഒരു തൊഴിൽ മേഖല നമ്മളിപ്പോൾ ഒരു സാധാരണ നിലയിൽ പരിശോധിച്ചിട്ട് ഓഡിയോഗ്രഫിയുടെ ഒരു കോഴ്സ് നിങ്ങൾ ഒരു കണക്കിന് കോഴ്സിൻ്റെ ഭാഗമാകാൻ ഭാഗ്യം കിട്ടിയവർ വളരെയേറെ ഭാഗ്യമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം ഒരു കോഴ്സ് നിങ്ങൾക്ക് പുറത്തൊരു പ്രൈവറ്റ് ഒരു സ്ഥലത്ത് പോയി ചെയ്യണമെങ്കിൽ നിങ്ങൾ മുടക്കേണ്ടി വരുന്ന ഒരു തുക വളരെ വലുതാണ്. കാരണം ഈ കോഴ്സിൻ്റെ സാധ്യത അത്ര വലുതാണ്. ഇതിൻ്റെ തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. അപ്പോൾ അത്തരത്തിൽ കിട്ടിയിട്ടുള്ള അവസരം ഇവിടെ ബാബു സൂചിപ്പിച്ച പോലെ അത് പ്രൊഡക്റ്റീവായിട്ട് അതിൻ്റെ ഏറ്റവും നല്ല വശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് മെച്ചപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അതിൽ പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ദേശീയ തലത്തിലായാലും അന്തർദേശീയ തലത്തിലായാലും ശബ്ദം എന്ന് പറയുന്ന മേഖലയ്ക്ക് ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ റേഡിയോ എന്ന് പറയുന്നൊരു മേഖല, അതിനപ്പുറത്തേക്ക് കുറെ കൂടി വിപുലമായിട്ട് നിൽക്കുന്ന ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു വാണിജ്യ മേഖല, ആ മേഖലയിൽ നിങ്ങളുടെ സാധ്യത എന്ന് പറയുന്നത് പല തരത്തിലാണ്. പണ്ട് നമുക്കിപ്പം ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് ശബ്ദം നമുക്ക് ഡബ് ചെയ്തെടുത്തിരുന്ന ശബ്ദങ്ങളല്ല എന്ന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ റസൂലൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ സിനിമകളുടെ ഇപ്പം ഇത് സിങ് സൗണ്ട് എന്ന് പറയുന്ന പ്രോസസ്സ് അതിപ്പോൾ മലയാളത്തിൽ പോലും വളരെ വളരെ കോമൺ. ഇപ്പോൾ നമുക്കൊക്കെ അഭിനയിച്ച് മിക്കവാറും എല്ലാ സിനിമകളും തന്നെ സിങ് സൗണ്ടാണ് ചെയ്യുക. ഈ സിങ് സൗണ്ടിൻ്റെ ഓരോ സ്ഥലത്തും ഒരു മിനിമം ഏറ്റവും ചെറിയ പടമാണെങ്കിൽ പോലും ഒരു 15 പേരിൽ കുറയാത്ത സൗണ്ട് ടെക്നീഷ്യൻസ് അവിടെ വേണം. കാരണം ചെറിയ മൈക്രോ ലേപ്പൽസ്, ഇപ്പോൾ ഒരു കുതിര ഓടുകയാണെങ്കിൽ കുതിരയുടെ കാലിൽ ഒരു ലേപ്പൽ ഉണ്ടാവും. അത് കടന്നു പോകുന്ന ഓരോ പ്രദേശത്തും കൃത്യമായി ലേപ്പൽ സെറ്റ് ചെയ്യണം. അതിൻ്റെ സൗണ്ട് വളരെ സൈലൻസ് സെറ്റ് ചെയ്യണം. മറ്റ് ശബ്ദങ്ങൾ കടന്നു വരാതെ ശ്രദ്ധിക്കണം. അതിൻ്റെ നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യണം. ഇതിനെല്ലാം കൂടി ആയിട്ട് ഒരു വലിയ സംവിധാനം സിനിമയുടെ ഭാഗമായിട്ട് കൂടെ ഉണ്ടാവും. അപ്പോൾ അവർ ഇപ്പോൾ ഒരു ട്രെയിൻ പോവുകയാണെങ്കിൽ നമ്മളൊരു ട്രെയിൻ പോകുന്നതിൻ്റെ ട്രെയിനിൻ്റെ സൗണ്ടിന് ഓരോ വേരിയേഷനും ക്യാപ്ചർ ചെയ്യാവുന്ന രൂപത്തിൽ ആ മൈക്കുകൾ പ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സൗണ്ട് അതിൻ്റെ അതേ മൂഡിൽ, ആ വിഷ്വലിൻ്റെ അതേ മൂഡിൽ നമുക്ക് സൗണ്ടിനെയും ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം സിനിമയുടെ കൂട്ടത്തിൽ നടക്കുക. മാത്രമല്ല സിനിമ സംഭവിക്കുന്ന സമയത്ത് ഡയറക്ടർ കട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓക്കെ പറഞ്ഞാലും സൗണ്ട് റെക്കോർഡിസ്റ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ടേക്ക് ഓക്കെ ആവുക. അത്തരത്തിലുണ്ട്. ഇപ്പം തൊണ്ടുപോലെ തന്നെ സിങ് സൗണ്ട് ചെയ്തൊരു പടമാണ്. സിങ് സൗണ്ട് ചെയ്ത നിമിഷയുടെ ക്യാരക്ടറിനെ ഒഴിച്ച് ബാക്കി എല്ലാ ശബ്ദങ്ങളും നിമിഷയുടെ ക്യാരക്ടർ മാത്രമാണ് അത് ഡബ് ചെയ്ത് വോയിസ് ഉള്ളത്. ബാക്കി എല്ലാ ശബ്ദങ്ങളും സിങ് സൗണ്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഡബ് എന്ന് പറയുന്നത് വേറൊരു ആർട്ടാണ്. അപ്പോൾ അവിടെ സാധ്യത കിടക്കുകയാണ്. അപ്പോൾ അതിനേക്കാളും വിപുലമാണ് ഇത് സിനിമയ്ക്കകത്തുള്ള ഇത്തരം സാധ്യതകൾ. അക്കാദമിയുടെ ഓഡിയോ പ്രൊഡക്ഷൻ ഫോട്ടോ ജേർണലിസം കോഴ്സ് പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റുകൾ കെ കുഞ്ഞികൃഷ്ണൻ സമ്മാനിച്ചു. ചടങ്ങിൽ ഡിപ്ലോമ ഇൻ ഓഡിയോ പ്രൊഡക്ഷൻ കോഴ്സ് കോർഡിനേറ്ററും റേഡിയോ കേരള ഹെഡുമായ PM ലാൽകുമാർ, ഫോട്ടോ ജേർണലിസം കോർഡിനേറ്റർ B ചന്ദ്രകുമാർ എന്നിവർ പങ്കെടുത്തു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മനുഷ്യരിൽ വിശ്വസിക്കുന്ന ജനത എല്ലായിടങ്ങളിലുമുണ്ട്. ആത്യന്തികമായി അവരുടെ നിലപാടാണ് വിജയം കാണേണ്ടത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവായ മംദാനിയുടെ ഡെമോക്രാറ്റിക് വിജയം ചർച്ച ചെയ്യുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. മാധ്യമരംഗവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇന്ത്യക്കാരെ മൊത്തത്തിൽ ആഹ്ലാദിപ്പിക്കുന്ന വാർത്തയാണ് ന്യൂയോർക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ന്യൂയോർക്ക് മേയറായി 34 വയസ്സുകാരനായ സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. ഇദ്ദേഹം ഇതിനൊരു ഇന്ത്യൻ ബന്ധമുണ്ട് എന്ന വാർത്തകളിൽ കണ്ടു. ഇതിൻ്റെ പിതാവ് ഒരു അമേരിക്കക്കാരനല്ലാത്ത ആഫ്രിക്കൻ വംശജനാണ്. കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ നമുക്കെല്ലാം പരിചയമുള്ള ഒരു ചലച്ചിത്ര സംവിധായകയാണ് മീര നായർ. മീര നായർ ഒഡീഷയിലെ ഭുവനേശ്വരത്ത് ജനിച്ച ആളാണ്. മീര നായരുടെ നിരവധി ചിത്രങ്ങൾ, അല്ലെങ്കിൽ എല്ലാ ചിത്രങ്ങളും തന്നെ നമുക്ക് കേട്ടെങ്കിലും പരിചയമുള്ളതാണ്. സലാം ബോംബെ, മിസിസിപ്പി മസാല, മൺസൂൺ വെഡ്ഡിങ്, വിക്രം സേത്തിൻ്റെ പ്രസിദ്ധമായ നോവലിനെ ആധാരമാക്കി നിർമ്മിക്കപ്പെട്ട എ സൂട്ടബിൾ ബോയ്, ഇതൊക്കെ നിർമ്മിച്ച് നമുക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ പരിചിതയായ മീര നായരുടെ മകനാണ് ഈ സൊഹ്റാൻ മംദാനി. അദ്ദേഹം ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ സവിശേഷതകൾ പലതുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രയോഗിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ്.
ഒരു തീവ്ര ഇടതുപക്ഷക്കാരനാണ്. ഇതൊക്കെയായിരുന്നു ട്രംപ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് സന്തോഷകരമായ വാർത്തയാണ്. പണ്ട് സെനറ്റർ മക്കാർത്തിയിസം എന്നറിയപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ, കിരാതമായ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ ഒരു കാലം ഉണ്ടായിരുന്നു 50കളിൽ. പിന്നീട് ശീതയുദ്ധ കാലത്തും അത് തന്നെയായിരുന്നു. നമ്മൾ ഈ പരിപാടിയിൽ എപ്പോഴും ആകുലപ്പെടുന്ന അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് വേട്ടയുടെ പേരിൽ പരിമിതപ്പെടുത്തുകയും കലാകാരന്മാരെ വേട്ടയാടുകയും, എന്തിനാ ചാർലി ചാപ്ലിന് പോലും അന്ന് അമേരിക്ക വിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി താമസിക്കേണ്ടി വന്നു. ആ കാലമൊക്കെ പിന്നിട്ട് ഇപ്പോഴത് ഒരു ചക്രം, ഒരു വൃത്തം പൂർത്തിയാക്കിയിരിക്കുന്നു. അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു തീവ്രമായ കമ്മ്യൂണിസ്റ്റുവാദി, അദ്ദേഹം ഇന്ന് ന്യൂയോർക്കിൻ്റെ, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ നഗരമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ നഗരമാണ്. അത് വാസ്തവത്തിൽ ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ്. ന്യൂയോർക്ക് ടൈംസ് ഒരു ജൂത കുടുംബത്തിൻ്റെ വകയാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന വാൾ സ്ട്രീറ്റ്, അത് ജൂതന്മാരുടെ നിയന്ത്രണത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇത്ര ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടും ഇങ്ങനെ ഒരാൾ, മഹമൂദ് മംദാനി എന്ന പേരുള്ള ഒരാൾ, മുസ്ലിം, അത് പറയാതിരിക്കാനും കഴിയില്ല. അത് പരസ്യമാക്കപ്പെട്ട കാര്യമാണ്. മതവും പരസ്യമാക്കപ്പെട്ടതാണ്. അദ്ദേഹം ജയിച്ചു വന്നു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത്ര ചെറുതല്ല. എത്ര ഭീകരവാദികൾ, വംശീയവാദികൾ, വംശീയ വെറിയോടെ ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അവരൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടുന്ന കാലത്തും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മനുഷ്യനിൽ വിശ്വസിക്കുന്ന, സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ജനത എവിടെയുമുണ്ട്. ആത്യന്തികമായി അവരുടെ ശബ്ദമാണ് പ്രിവെയിൽ ചെയ്യുന്നത്. അവരുടെ നിലപാടാണ് വിജയം കാണുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ന്യൂയോർക്ക് മേയറായി സൊഹ്റാൻ മംദാനി എന്ന ഇന്ത്യക്കാരിയുടെ പുത്രനായ സൊഹ്റാൻ മംദാനിയുടെ വിജയത്തെ നമ്മൾ കാണേണ്ടത്. അഴിമതിയും വ്യവസായികളും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന എല്ലാ അഴിമതികളും, ആദ്യത്തെ ഒരു പ്രസിദ്ധമായ മുന്ദ്ര കുംഭകോണം മുതൽ പ്രതിരോധ വകുപ്പിന് ജീപ്പ് വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ വരെ എല്ലാത്തിലും ഒരു വ്യവസായിയുടെ പേര് കേൾക്കുമായിരുന്നു. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായ അഴിമതി ആരോപണമാണ് ബോഫോഴ്സ്. ആ ബോഫോഴ്സിൽ അക്കാലത്ത് ഉയർന്നു കേട്ടിരുന്ന പേരായിരുന്നു ഈ ഹിന്ദുജ സഹോദരന്മാരുടേത്. ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഉടമകളായ ആ സഹോദരന്മാരുടേത്. ആ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ ഗോപിചന്ദ് ഹിന്ദുജ, അദ്ദേഹം നിര്യാതനായ വാർത്ത പത്രത്തിൽ കണ്ടു. ഹിന്ദുജ അല്ലെങ്കിൽ തന്നെ അദ്ദേഹം ഡൽഹി ഹൈക്കോടതി അദ്ദേഹത്തെ ബോഫോഴ്സ് കുംഭകോണ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിരുന്നു. പക്ഷെ ബോഫോഴ്സ് നമുക്ക് മറക്കാൻ കഴിയാത്ത ഒന്നായി ഇന്ത്യയുടെ മാധ്യമ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച ഒന്നാണ്. അമേരിക്കയിലെ പ്രസിദ്ധമായ വാട്ടർ ഗേറ്റ് ആണ് ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇന്ത്യൻ പതിപ്പ്, അല്ലെങ്കിൽ ഇന്ത്യയിലും നമ്മൾ കണ്ടെത്തിയ ഒരു വാട്ടർ ഗേറ്റ് ആയിരുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്തെ ബോഫോഴ്സ്. വളരെ ദീർഘമായ അന്വേഷണം നടന്നു, അതെങ്കിലും എത്തിയില്ല, ആരും ശിക്ഷിക്കപ്പെട്ടില്ല എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരു പ്രതി കൂടി നമ്മെ വിട്ടുപോയിരിക്കുന്നു. പക്ഷേ എന്താണ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഉത്തമമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്ന ഇന്ത്യക്കാരെയും ഇന്ത്യൻ പത്രപ്രവർത്തകരെയും പഠിപ്പിച്ച സംഭവമായിരുന്നു അന്ന് ചിത്ര സുബ്രഹ്മണ്യം എന്ന സ്വീഡനിൽ താമസിച്ചിരുന്ന മാധ്യമപ്രവർത്തക നമ്മെ പഠിപ്പിച്ചത്. അത് ഒരു ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലോ രേഖകൾ മോഷ്ടിച്ചോ കണ്ടെത്തിയ വാർത്തയായിരുന്നില്ല. അത് പൂർണ്ണമായും സ്വീഡിഷ് റേഡിയോയുടെ ആധികാരികമായ ഒഥൻറ്റിക്കായ രേഖകളെ അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണം. ആ അന്വേഷണത്തിൻ്റെ ഫലമാണ് അന്ന് ചിത്രയും ഹിന്ദുവിലെ എഡിറ്റർ എൻ രാമൻ ചേർന്ന് അന്ന് പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ഹിന്ദു പുറകോട്ട് പോവുകയും ഇന്ത്യൻ എക്സ്പ്രസ് ആ സ്റ്റോറി അതിൻ്റെ വിപുലീകരണം ഏറ്റെടുക്കുകയും ചെയ്തു. അതും ഒടുവിൽ എത്താതെ പോയി എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ തുടങ്ങിയ രഹസ്യ ഇടപാടുകളും ഏർപ്പാടുകളും ഒന്നും ഇല്ലാതെ വളരെ സ്ട്രെയിറ്റായി ഹിന്ദുവിൻ്റെ എഡിറ്റർ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ
അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് വാർത്താ ശേഖരണത്തിന് ഇറങ്ങുന്നത്. അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ളതായിരുന്നു സ്റ്റിംഗ് ഓപ്പറേഷൻ്റെ ഗണത്തിൽപ്പെടുത്താൻ കഴിയാത്ത ബോഫോഴ്സ് കുംഭകോണം. അന്നത്തെ ആ ബോഫോഴ്സ് ഇടപാടുകളിലും അന്വേഷണത്തിലും വളരെ പ്രധാനപ്പെട്ട രീതിയിൽ പ്രാധാന്യത്തോടെ നിറഞ്ഞു നിന്നിരുന്ന ഒരു പേരായിരുന്നു ഈ ഗോപിചന്ദ് ഹിന്ദുജ കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ വംശജരാണ്, ഇന്ത്യയിൽ നിന്ന് പോയവരാണ്. പക്ഷേ അവരെയാണ് ലണ്ടനിലെ സൺഡേ ടൈംസ് ബ്രിട്ടനിലെ ഏറ്റവും സമ്പന്നമായ കുടുംബം ആയി കണ്ടെത്തിയത്. അത്രയും പ്രാധാന്യമുള്ള അശോക് ലെയ്ലാൻഡ് എന്ന് നമുക്ക് പരിചയമുള്ള വാഹനങ്ങളുടെ നിർമ്മാതാക്കളായ ഹിന്ദുജ ഗ്രൂപ്പ് ചെയർമാൻ അന്തരിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരു വലിയൊരു അധ്യായം ഇന്ത്യൻ മാധ്യമ ലോകത്തിന് മറക്കാൻ കഴിയാത്ത, വിസ്മരിക്കാൻ കഴിയാത്ത ഒരു അധ്യായം, അതാണ് ബോഫോഴ്സ് എന്ന അധ്യായം. അതിൻ്റെ കൂടി അന്ത്യമാണ്. ചരിത്രത്തെ ഒരു നിമിഷം കൊണ്ട് നിർവചിക്കാനും വലിയ സ്വാധീനം ചെലുത്തുവാനും കഴിയുന്ന ശക്തി ചിത്രങ്ങൾക്കുണ്ട്. കഥ പറയുന്ന ആ ഫോട്ടോഗ്രാഫറാണ് യഥാർത്ഥ ചിത്രകാരൻ. ഫോട്ടോ ജേർണലിസത്തിന്റെ ആഴങ്ങളെക്കുറിച്ച് കേരള മീഡിയ അക്കാദമി ഫോട്ടോ ജേർണലിസം കോഴ്സ് കോർഡിനേറ്റർ ചന്ദ്രകുമാർ സംസാരിക്കുന്നു. സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് കേരള മീഡിയ അക്കാദമി സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിൽ ഇസ്രായേലിൻ്റെ യുദ്ധഭീകരതയെ നേരിടുന്ന അതിൻ്റെ ഇരകളായ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പാലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷവേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം വ്യത്യസ്തമായി. മെട്രോ വാർത്താ ദിനപത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫർ കെ ബി ജയചന്ദ്രനാണ് ആ ചിത്രം പകർത്തിയത്. ഇന്ത്യൻ സ്ത്രീശക്തി ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ചുകൊണ്ട് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ലോകകപ്പ് നേടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളിൽ നിറയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോയ വാരം ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ശബരിമലയിൽ ദർശനം നടത്തി. ആ ചിത്രം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഇടം പിടിച്ചു. അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറി. അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളം മാറി. കേരളപ്പിറവി ദിനത്തിൽ നടൻ മമ്മൂട്ടി വിശിഷ്ടാതിഥിയായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ആ വാർത്തയും ചിത്രവും ലോകമാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. ഫോട്ടോഗ്രാഫിയിൽ കളറിനാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റിനാണോ കൂടുതൽ ചാരുത എന്നത് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണ്. എന്തായാലും കളറിൻ്റെ സുവർണകാലത്ത് ഇറങ്ങിയ ഭ്രമയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വളരെ ആകർഷകമായി. അതിലൂടെ 2024 മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മമ്മൂട്ടിയെ തേടി എത്തുകയും ചെയ്തു. പോയ വാരം തമിഴ്നാട് വെല്ലൂരിൽ നിന്ന് ഫോട്ടോഗ്രാഫർ സി വെങ്കടാചലപതി പകർത്തി ദി ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ചിത്രം തികച്ചും വ്യത്യസ്തമായി. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ടയർ ട്യൂബിൽ ഭക്ഷണ വിതരണം നടത്തുന്നതാണ് രംഗം. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മത്സരത്തിൽ നിന്ന് ദേശാഭിമാനി ഫോട്ടോഗ്രാഫർ AR അരുൺരാജ് പകർത്തിയ ഒരു ചിത്രം ഹൃദയസ്പർശിയായി. കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥി പരസഹായത്തോടെ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ് രംഗം. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന ഒരു ചിത്രം ദ ഹിന്ദു പത്രത്തിൽ കണ്ടു. വേര് മുതൽ മുകളറ്റം വരെ നിറയെ ചക്ക കായ്ച്ചു കിടക്കുന്ന മനോഹര ദൃശ്യം തമിഴ്നാട്ടിലെ ഒരു കർഷകന്റെ വീട്ടിൽ നിന്ന് പകർത്തിയതാണ്. പലസ്തീനിൽ ഇസ്രായേൽ വെടിനിർത്തിയെന്നും യുദ്ധം അവസാനിച്ചുവെന്നുമാണ് പ്രഖ്യാപനമെങ്കിലും യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്നാണ് മാധ്യമങ്ങളിൽ കാണുന്ന വാർത്താചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഉറപ്പു നൽകിയിരുന്ന സീറ്റ് മറ്റൊരാൾക്ക് നൽകിയ സങ്കടം സഹിക്കാനാവാതെ RJD നേതാവ് മദൻ ഷാ പാർട്ടി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിൻ്റെ വീടിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന PTI പങ്കുവച്ച ചിത്രം കൗതുകമുണർത്തി. കെനിയൻ പ്രതിപക്ഷ നേതാവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സ്ഥലത്ത് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചതിൻ്റെ റോയിറ്റേഴ്സ് പങ്കുവച്ച ചിത്രവും കൗതുക കാഴ്ചയായി. തൃശ്ശൂരിൻ്റെ മാലിന്യ സംസ്കരണ കേന്ദ്രമായിരുന്ന ലാലൂരിലൂടെ ഒരു കാലത്ത് മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ അവിടെ ഇപ്പോൾ ഫുട്ബോൾ താരം IM വിജയൻ്റെ പേരിലുള്ള മനോഹരമായ സ്പോർട്സ് കോംപ്ലക്സിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. ഫോട്ടോകളാണ് പോയ കാലത്തിൻ്റെ തെളിവുകൾ. ലാലൂർ അന്ന് എങ്ങനെയിരുന്നു, ഇന്ന് എങ്ങനെയിരിക്കുന്നു എന്ന
ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അന്താരാഷ്ട്ര മാധ്യമോത്സവത്തിൽ അതുൽ നെറുകര അവതരിപ്പിച്ച സംഗീത പരിപാടിയുടെ പ്രസക്ത ഭാഗത്തോടുകൂടി ഈ ലക്കം മാധ്യമജാലകം അവസാനിക്കുന്നു. നന്ദി. എല്ലാവരും കൈയടിച്ചുകൊള്ളാം. ഒന്നാനാം നല്ലൊരിളം കവുങ്ങേ, ഇല വിരിച്ചാടണ പാൽ കവുങ്ങേ, പാൽ കവുങ്ങിൻ തല പുതാപിന്നേ, പൂവൊന്നും നമ്മള് കാണൂല. ഒന്നാനാം നല്ലൊരിളം കവുങ്ങേ, ഇല വിരിച്ചാടണ പാൽ കവുങ്ങേ, പാൽ കവുങ്ങിൻ തല പുതാപിന്നേ, പൂവൊന്നും നമ്മള് കാണൂല. മലബാറിൽ മൊഞ്ചുള്ള പെണ്ണാണ്, നല്ല മാപ്പിള പാട്ടിന്റെ ചേലാണ്, ആരും കൊതിക്കണ പൂവാ, ഓള് തെക്കേല പാത്തൂന്റെ മോളാണ്. ഒന്നാനാം നല്ലൊരിളം കവുങ്ങേ, ഇല വിരിച്ചാടണ പാൽ കവുങ്ങേ, പാൽ കവുങ്ങിൻ തല പുതാവിന്റെ, പൂവൊന്നും നമ്മള് കാണൂല. മലബാറിൽ മൊഞ്ചുള്ള പെണ്ണാണ്, നല്ല മാപ്പിള പാട്ടിന്റെ ചേലാണ്, ആരും കൊതിക്കണ പൂവാണ്, ഓള് തെക്കേല പാത്തൂന്റെ മോളാണ്. ഒന്നാനാം നല്ലൊരിളം കവുങ്ങേ, ഇല വിരിച്ചാടണ പാൽ കവുങ്ങേ, പാൽ കവുങ്ങിൻ തല പുതാപിന്നേ, പൂവൊന്നും നമ്മളെ കാണൂല. മധുവർണ പൂവല്ലേ, നറുനില പൂമോളല്ലേ, മധുരപ്പാതീനേഴിന് ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ, ലങ്കി മാറിയുന്നോളെ. ഒന്നാനാം നല്ലൊരിളം കവുങ്ങേ, ഇല വിരിച്ചാടണ പാൽ കവുങ്ങേ, പാൽ കവുങ്ങിൻ തല പുതാവിന്നേ, പൂവൊന്നും നമ്മള് കാണൂല. നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കരടിന്റെ കരവിനെ ഉണർത്തുന്ന കതിരെ, മണിമുത്തു വിതറുമ്പോൾ ചിരിക്കുന്ന സരസെ, നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കരടിന്റെ കരവിനെ ഉണർത്തുന്ന കതിരെ, മണിമുത്തു വിതറുമ്പോൾ പൂമാരൻ നിനക്കീത വരുന്നു മോളെ, മുഹബത്തിൻ കുളിരുമായി ഇതാ വരുന്നേ. ഒന്നാനാം നല്ലൊരിളം കവുങ്ങേ, ഇല വിരിച്ചാടണ പാൽ കവുങ്ങേ, പാൽ കവുങ്ങിൻ തല പുതാവിന്നേ, പൂവൊന്നും നമ്മളെ കാണൂല. അമ്മാവന്മാരൊന്നും വന്നതില്ലേ, പെണ്ണിന് അച്ചാരമൊന്നും കൊടുത്തതില്ലേ, അമ്മാവന്മാരൊന്നും വന്നതില്ലേ, പെണ്ണിന് അച്ചാരമൊന്നും കൊടുത്തതില്ലേ. ഒന്നാനാം നല്ലൊരിളം കവുങ്ങേ, ഇല വിരിച്ചാടണ പാൽ കവുങ്ങേ, പാൽ കവുങ്ങിൻ തല പുതാവിന്നേ, പൂവൊന്നും നമ്മള് കാണൂല. ഒന്നാനാം നല്ലൊരിളം കവുങ്ങേ, ഇല വിരിച്ചാടണ പാൽ കവുങ്ങേ, പാൽ കവുങ്ങിൻ തല പുതാവിന്നേ, നമ്മള് കാണൂല. നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കരളിന്റെ കരവിനെ ഉണർത്തുന്ന കതിരെ, മണിമുത്തു വിതറുമ്പോൾ ചിരിക്കുന്ന സരസെ, നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കരളിന്റെ കരവിനെ ഉണർത്തുന്ന കതിരെ,
വിതറുമ്പോൾ ചിരിക്കുന്ന സരസൻ പൂമാരൻ നിനക്കീതാ വരുന്നു മോളെ മുഹബത്തിൻ കുളിരുമ ഒന്നാനാം നല്ലൊരിടം കവുങ്ങേ ഇലവിൽ ചാടണ മാർഗവുമേ മാർഗവുമേ കലപുതാവിനെ പൂവൊന്നും നമ്മൾ കാണൂല ഒന്നാനാം നല്ലൊരിടം കവുങ്ങേ ഇലവിൽ ചാടണ മാർഗവുമേ മാർഗവുമേ